ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു സ്നാക്സാണ്. നമുക്ക് ഇഡലി മാവിനൊക്കെ അരയ്ക്കുന്ന ഉഴുന്ന മാവ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ടൈറ്റാകാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും കടലമാവും കായപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് എരിക്ക് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് നല്ലപോലെ ആവശ്യമുള്ള പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ കുഴച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇട്ട് വറുത്തെടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മാവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നല്ല ആവശ്യത്തിന് ടേസ്റ്റും ഉണ്ട്. ഉഴുന്ന് വടയുടെയൊക്കെ ഒരു മണമുണ്ട്. ഉഴുന്ന് വടയൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാനും. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഈ ചെറിയ വടയ്ക്ക് വേണ്ടിയിട്ടത് ഉഴുന്ന് തനിയെ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള കൊത്തി അരിഞ്ഞത്, കറിവേപ്പില, കുറച്ച് അരിപ്പൊടി, നമുക്കിനി ഒരു 2 സ്പൂൺ കടലമാവും കൂടെ ചേർക്കണം. ഒരു 3 സ്പൂൺ ടൈറ്റാവാൻ വേണ്ടിയിട്ടുള്ള ഉഴുന്ന് ടൈറ്റാകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് 2-3 സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് കടലമാവും ചേർത്ത് ഒരു 3 സ്പൂൺ കടലമാവും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഉഴുന്നുമാവും എല്ലാം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പും ചേർക്കണം, കുറച്ച് കായപ്പൊടിയും ചേർക്കണം. ഇഞ്ചി പച്ചമുളക് നമ്മൾ എരിക്ക് ഒരു 3 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. മുളകുപൊടി വേണമെങ്കിലും ചേർക്കാം. ഇത് നമ്മളൊന്ന് അരച്ച് അതും കൂടെ ചേർത്ത് നമ്മുടെ ഉഴുന്നും അരിപ്പൊടിയും കൂടെ ചേർത്ത മാവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. നമുക്കെല്ലാം കൂടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പുപൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ലപോലെ ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കറിവേപ്പില ചേർക്കാം, മല്ലിയില ചേർക്കാം. നല്ലപോലെ ഒന്നും കൂടെ കുഴച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും വെളിച്ചെണ്ണ അടുപ്പേ വെച്ചിട്ട് നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് സ്പൂണിൽ കുറച്ച് കോരിയിടാം, ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചും കോരിയിടാം. നല്ലപോലെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ചിടാം. വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ ആ സ്പൂണൊന്ന് എണ്ണയിൽ മുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് കോരി ഇടാൻ പറ്റും. നമുക്ക് അങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ ഇളക്കാം. ഇളക്കി കുറച്ച് സിമ്മിൽ വെച്ച് അതിൻ്റെ ഉള്ളൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്മിൽ വെച്ചിട്ട് പിന്നെ തീ കൂട്ടിയിട്ട് നമുക്ക് കോരിയെടുക്കാം. നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഉഴുന്ന് മാവ് ലൂസായ മാവിൽ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം. എളുപ്പമാണ്. നമുക്കിനി കൈ കൊണ്ട് കുറച്ച് പിച്ചി ഇട്ടും ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയാൽ മതിയാവും. നല്ല ടേസ്റ്റുണ്ട്. ഉഴുന്നിൻ്റെ നല്ല മണമുണ്ട്. അതുപോലെ സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില എല്ലാം ചേർത്ത് നമുക്കിതിൻ്റെ കൂടെ ചട്നി വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. നമുക്കിങ്ങനെ എല്ലാം പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുട്ടി വടയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യാം നമുക്കിത്. നല്ല ടേസ്റ്റും ഉണ്ട്.
ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. നമ്മുടെ ഉള്ളിലൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചെറിയ ബോളാക്കിയാണല്ലോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ആദ്യം ഇടുമ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം നമുക്കിടാൻ. ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ സിമ്മിൽ വെക്കണം. സിമ്മിൽ വെച്ചാൽ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുകയുള്ളൂ. അതിനുശേഷം നമ്മൾ കോരിയെടുക്കാൻ നേരത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് കോരിയെടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് ചട്നിയോടെയും കഴിക്കാം, വെറുതെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.